74 വർഷങ്ങൾക്ക് മുമ്പ് 1950 ഫെബ്രുവരി 8 തങ്കശ്ശേരി മാമുപുരയിടത്തിൽ ശ്രീമാൻ നസ്രത്ത് ഗോൺസാൽവസിന്റെയും ശ്രീമതി ട്രീസ നസ്രത്തിന്റെയും 10 മക്കളിൽ 5ാമത്തെ മകളായിട്ടായിരുന്നു സിസ്റ്റർ റോസലിമയുടെ ജനനം. ജസീന്ത എന്നായിരുന്നു ജ്ഞാനസ്നാന പേര്. സിന്താമ്മ എന്ന ഓമന പേരാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ക്രിസ്തീയ ചൈതന്യത്തിൽ നിലനിൽക്കുന്ന കുടുംബമായിരുന്നു. സഹോദരങ്ങളുമൊത്ത് സന്തോഷകരമായ ജീവിതം. അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞു സിന്താമ്മ ദൈവത്തെ തേടിയുള്ള യാത്ര ആരംഭിച്ചു. ലീജൻ ഓഫ് മേരി, സൊഡാലിറ്റി, ദിവ്യകാരുണ്യ സ്വീകരണത്തിന് കുട്ടികളെ തയ്യാറാക്കൽ, മതബോധനം, ഇതിലെല്ലാം സിന്താമ്മ സജീവ പങ്കാളിയായിരുന്നു. വളരെ അനുസരണത്തിലും പ്രാർത്ഥനയിലും സിന്താമ്മ വളർന്നു വന്നു. 2 സഹോദരിമാർ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വർഗലോകത്തേക്ക് യാത്രയായി. അമ്മാവൻ അന്ന് അച്ചൻ പട്ടത്തിനായി പഠിക്കുകയായിരുന്നു. മോൺസിഞ്ഞൂർ ഫെലിക്സ് അരിക്കാരിപ്പറമ്പിൽ. കൊല്ലം രൂപതയിലെ മിഷൻ സെന്ററുകളിലും സെന്റ് റഫേൽ സെമിനാരിയിലും സേവനമനുഷ്ഠിച്ചു. പുനലൂർ രൂപത വികാർ ജനറലായിരിക്കെ 2000 ഫെബ്രുവരി 19 68ാമത്തെ വയസ്സിൽ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. 1969 മഠത്തിൽ ചേരുവാനുള്ള ആഗ്രഹം അമ്മയോട് പറഞ്ഞത്. അപ്പനും അമ്മയും പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ സിന്താമ്മയോട് പറഞ്ഞു. അങ്ങനെ ക്യൂൻ ഓഫ് അപ്പോസ്ലൈറ്റ് സന്യാസി സഭയിൽ ചേരുവാൻ തീരുമാനിച്ചു. മഠത്തിൽ നിന്നുമുള്ള ലിസ്റ്റ് പ്രകാരം അപ്പൻ തന്ന പെട്ടിയുമായി മാതാപിതാക്കൾക്കൊപ്പം വാടി ദേവമാതാ കോൺവെന്റിലെത്തി. പിന്നീട് ചാരമൂട്ടിലും. അവിടെ നിന്ന് ഫോർമേഷൻ ഹൗസായ വാരണാസി സെന്റ് മേരീസ് കോൺവെന്റിൽ എത്തിച്ചേർന്നു. സഭാ അധികാരികളുടെ തീരുമാനപ്രകാരം നേഴ്സിംഗ് പഠനത്തിനായി ഗോരഖ്പൂർ റെയിൽവേ ഹോസ്പിറ്റലിൽ ചേർന്നു. നേഴ്സിംഗ് പഠനവും സഭാ പരിശീലനവും പൂർത്തിയാക്കി. 1974 ആദ്യ വ്രതവാഗ്ദാനം. 1974 മെയ് 13 വാരണാസി സെന്റ് മേരീസ് കോൺവെന്റിൽ വെച്ച് പാട്രിക് ഡിസൂസ പിതാവിന്റെ സാന്നിധ്യത്തിൽ ആദ്യ വ്രതവാഗ്ദാനം നടത്തി. വിശുദ്ധ റോസ പുണ്യവതിയുടെ പേര് സ്വീകരിച്ചു. അന്ന് വ്രതവാഗ്ദാനം നടത്തിയവരാണ് ഇക്കൂട്ടത്തിലുള്ളവർ. പിന്നീട് തന്റെ പ്രേക്ഷിത മേഖലയായ ആതുര സേവന ശുശ്രൂഷയിൽ പ്രവേശിച്ചു. 1974 മുതൽ 79 വരെയുള്ള കാലഘട്ടത്തിൽ ദീനദയാലു മാതാ കോൺവെന്റ്, മരിയബാദ്, നിത്യാനന്ദാശ്രം, സാരനാഥ് എന്നിവിടങ്ങളിൽ സേവനം ചെയ്തു. 1980 നിത്യവ്രത വാഗ്ദാനം. 1980 ജനുവരി 6 പാട്രിക് ഡിസൂസ പിതാവിൽ നിന്നും സെന്റ് മേരീസ് കോൺവെന്റിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സാന്നിധ്യത്തിൽ നടത്തുവാൻ സാധിച്ചു. 1980 മുതൽ 2001 വരെ നന്ദൻഖാൻ, ഡൽഹി, ഫിലിപ്പൈൻസ്, നാഗാലാൻഡ്, സാരനാഥ് എന്നിവിടങ്ങളിൽ സുപ്പീരിയറായി സേവനം ചെയ്തു. സാരനാഥിലായിരിക്കെ 1999 സിസ്റ്റർ റോസലിമയുടെ സിൽവർ ജൂബിലി. ഈ ആഘോഷ പരിപാടിയിൽ സഹോദരിയും കുടുംബവും പങ്കെടുത്തു. 1999 മെയ് 20 കൊല്ലം തില്ലേരി ആശ്രമ ദേവാലയത്തിൽ വെച്ച് സിസ്റ്റർ റോസലിമയുടെ സിൽവർ ജൂബിലി. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ജ്ഞാനമാതാവ്, SRA സഭാംഗങ്ങൾ ഒപ്പം ആഘോഷപൂർവം നടത്തുവാൻ സാധിച്ചു. ഇപ്പോൾ കർത്തൃസന്നിധിയിലായിരിക്കുന്ന റവറൻഡ് ഫാദർ ദിനേശ് IMS ആയിരുന്നു ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികൻ. 2001 മുതൽ 2003 വരെ മരിയ സേവാ ആശ്രമം ഡൽഹിയിലും 2003-2005 കാലഘട്ടത്തിൽ വാരണാസി പ്രൊവിൻസ് അഡ്മിനിസ്ട്രേഷൻ ടീം അംഗമായും പ്രവർത്തിച്ചു.
2005 ലക്നൗ പ്രൊവിൻസ് രൂപീകരിച്ചപ്പോൾ ആദ്യ പ്രൊവിൻഷ്യലായി 2005 മുതൽ 2009 വരെ മികവുറ്റ രീതിയിലുള്ള സേവനം അനുഷ്ഠിച്ചു. 2009 മുതൽ 12 വരെ മരിയ സേവാശ്രമം ഡൽഹി, 2012 മുതൽ 15 വരെ ഗോരഖ്പൂർ, 2015 മുതൽ മരിയ സേവാശ്രമം ഡൽഹിയിൽ സേവനം ചെയ്തു വരുന്നു. ആതുര സേവനം, മതബോധനം, ഇടവക പ്രവർത്തനങ്ങൾ ഇവയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. 13/5/2023 ജൂബിലി വർഷത്തിന് ആരംഭം കുറിച്ചു. പ്രാർത്ഥനാ നിർഭരമായ വർഷം. ഇപ്പോൾ സുവർണ ജൂബിലിയുടെ നിറവിലാണ് സിസ്റ്റർ റോസലിമ. ജൂബിലി പഴയ കാര്യങ്ങൾ ഓർക്കുവാനും ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കും ഇന്നുവരെ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾക്കും നന്ദി അർപ്പിക്കുവാനുള്ള അവസരവുമാണ്. 2024 ഫെബ്രുവരി 10 ലക്നൗ പ്രൊവിൻസ് ഹൗസായ മരിയ നിവാസിൽ വെച്ച് ലക്നൗ ബിഷപ്പ് ജെറാൾഡ് ജോൺ മത്യാസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും മറ്റ് ആഘോഷ പരിപാടികളും നടന്നു. ഈ ആഘോഷങ്ങൾക്ക് സഹോദരങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. മികച്ച രീതിയിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രൊവിൻഷ്യൽ സിസ്റ്റർ രേണു മാത്യുവിനെയും മറ്റു കമ്മ്യൂണിറ്റി അംഗങ്ങളെയും സിസ്റ്റർ സോണിയെയും നന്ദിയോടെ ഓർക്കുന്നു. 1974 സഭാവസ്ത്രം സ്വീകരിച്ചവരിൽ 5 പ്രൊവിൻസിൽ നിന്നുമുള്ള 14 പേർ വാരണാസി പ്രൊവിൻഷ്യലേറ്റിൽ ഒത്തുകൂടി. 11/4/2024 സെന്റ് മേരീസ് കത്തീഡ്രൽ വെച്ച് ജൂബിലി ആഘോഷിച്ചു. 2024 ഏപ്രിൽ 21 സിസ്റ്റർ സേവനം ചെയ്യുന്ന കേരാക്കുത്ത് ഇടവകയുടെ സമൂഹം ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ നടത്തുകയുണ്ടായി. ഇതിന് നേതൃത്വം നൽകിയ ബാലരാജു ആന്റണി സ്വാമി അച്ഛനെയും കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ജന്മം നൽകി പരിപാലിച്ച അപ്പനും അമ്മയും സ്നേഹം പകർന്നു നൽകിയ സഹോദരങ്ങൾ ജോൺ ചേട്ടൻ, ഫിലിപ്പ് ചേട്ടൻ, സെലിൻ ചേച്ചി, ഐഡ ഇവരെ ഈ അവസരത്തിൽ നന്ദിയോടും സ്നേഹത്തോടും ഓർക്കുന്നു. ഞങ്ങളിൽ നിന്നും കടന്നു പോയെങ്കിലും ഇവരെല്ലാവരും സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങൾക്ക് റോസ്ലിമയോടുള്ള സ്നേഹവും കരുതലുമാണ് ഈ ജൂബിലി ആഘോഷം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ, സഹോദരങ്ങളുടെ സിന്താമ, മക്കളുടെ സിന്താമ ആൻറ്റി. പ്രിയ സിന്താമ്മയ്ക്ക് ഞങ്ങളുടെ സ്നേഹത്തിന്റെ നറുമലരുകൾ അർപ്പിക്കുന്നു. സന്യാസി സഭാംഗങ്ങളുടെ സ്നേഹവും ആദരവും കുടുംബാംഗങ്ങളുടെ സ്നേഹവും കരുതലും ആവോളം ലഭിക്കുന്ന സിസ്റ്റർ റോസ്ലിമ സമർപ്പണ ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യവും ഒത്തിണങ്ങിയ ഒരു ജീവിതമാണ് നയിക്കുന്നത്. സംതൃപ്തമായ സന്യസ്ത ജീവിതം. ചെറുപുഞ്ചിരിയോടെ അധികാരത്തോടും സൗഹാർദ്ദപരമായും നേതൃത്വം നൽകാനുള്ള കഴിവ് സിസ്റ്റർ റോസ്ലിമയ്ക്ക് ദൈവദാനമായി ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പൻ കൊടുത്ത പെട്ടിയുമായി ആ യാത്ര ഇപ്പോഴും തുടരുകയാണ്.